ഒരുപാട് നാളായി വിചാരിക്കുന്നുണ്ട് പുതിയൊരു ബസ് എടുക്കണമെന്നുള്ളൊരു കാര്യം. പക്ഷേ ഇതുവരെ ഗൈസ് അതിനുള്ളൊരു സമയവും ഫണ്ടും സെറ്റായിട്ടില്ലായിരുന്നു. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ബസ് ഉണ്ടായിരുന്നു, സെഡ് ആസ്ത്ര. പക്ഷേ ഗൈസ് എൻ്റെ ഒരു വലിയ ഡ്രീമായിരുന്നു ഒരു സെഡ് ഓൺ ബോഡിയുള്ളൊരു വണ്ടി വാങ്ങിക്കണമെന്ന്. പക്ഷേ സെഡ് ഓൺ ബോഡിയുടെ പ്രൈസ് ഗൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സെഡ് ആസ്ത്രയെക്കാട്ടിലും ഭയങ്കര റേറ്റ് കൂടുതലാണ്. അപ്പം അത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര നാൾ വാങ്ങിക്കാതിരുന്നത്. എന്തായാലും ആ ഒരു ആഗ്രഹം ഇന്നങ്ങ് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പുതിയൊരു ബസ് എടുക്കാനായിട്ട് പോവാണ്. ഗൈസ് പുതിയ ചേസ് എടുത്ത് പണിയാൻ പോകുന്നതല്ല, നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുക്കാനായിട്ട് പോകുന്നത്. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് ഗൈസ് വണ്ടി ഫുള്ളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ അടിച്ചിട്ട് ഗൈസ് നമ്മൾ ആ ഒരു വണ്ടി എടുക്കത്തുള്ളൂ. പറ്റുവാണെങ്കിൽ മാക്സിമം ഇന്ന് തന്നെ ഗൈസ് ഞാനൊരു വണ്ടി എടുക്കാനായിട്ട് നോക്കുന്നതായിരിക്കും. അത് മാത്രമല്ല നല്ല അടിപൊളി വർക്കൊക്കെ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ വണ്ടി മൊത്തത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഞാൻ തന്നെ നമ്മുടെ EV ചെറുക്കനെ എടുത്തുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് അവരുടെ ആ ഒരു ഗാരേജിലേക്കല്ലായിരിക്കും നമ്മൾ പോകുന്നത്, വേറൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു വണ്ടിക്ക് കേസ് ഒരു ഓട്ടമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്നത് കൊണ്ട് കേസ് ആ ഒരു ഓട്ടം വരെ മാറ്റി വെച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കേസ് പെട്ടെന്ന് തന്നെ അങ്ങ് പോയേക്കാവേ. ഒരുപാട് വണ്ടികളൊക്കെ കേസ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഒരു സെഡ് ഓൺ ബോഡിയുള്ളൊരു വണ്ടി ഓടിച്ചിട്ടില്ല. നമുക്ക് വേണേ ഗൈസ് ഒരു സെഡ് ആസ്ത്ര എടുത്താൽ മതിയായിരുന്നു. പക്ഷേ അവൻ എന്നോ തിരിയാണ് തിരിച്ചത്. നമുക്ക് വേണമെങ്കിൽ ഒരു സെഡ് ആസ്ത്ര എടുത്താൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹമാണ് സെഡ് ഓൺ എടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളത് ഉദ്ദേശിച്ച് അങ്ങോട്ട് പോകുന്നത്. അവരെന്തായാലും ഒരു അരമണിക്കൂർ മുമ്പേ ഗൈസ് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് മാക്സിമം അങ്ങ് കത്തിച്ച് വിട്ടേക്കാം. ഈ ഒരു വണ്ടിക്കാണെങ്കിൽ അത്യാവശ്യം പവർ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ ഒരു വണ്ടി വന്നാൽ പിന്നെ ഗൈസ് ഞാൻ എൻ്റെ ബെൻസ് എടുക്കാറ് പോലും ഇല്ല. ഇടയ്ക്ക് അതും കൂടെ ഒന്ന് അനക്കണം. ഇത് ഞാൻ എപ്പോഴും എടുക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇതിന് ചിലവേ ഇല്ല. അതുകൊണ്ടാണ് എപ്പോഴും ഇതും എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നത്. അങ്ങനെ കുറേ നേരത്തെ ഒരു ഓട്ടത്തിന് ശേഷം ഗൈസ് നമ്മുടെ ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് വണ്ടി, ഒരു രക്ഷയില്ലാത്ത ലുക്ക് എന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവലായിട്ടാണ് ഈ ഒരു വണ്ടിയുടെ വർക്ക് ചെയ്തിരിക്കുന്നത്. കാർലോ എന്നാണ് വണ്ടിയിൽ എഴുതിയേക്കുന്നത്. ഇതുണ്ടോ, ലെജൻഡിൻ്റെ വണ്ടിയാണ് ഗൈസ് നമ്മളിന്ന് ഓടിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു വണ്ടിയുടെ ഒരു റിവ്യൂ പോലൊക്കെ തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഗ്രാഫിക്സ് ഉണ്ടല്ലോ, അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഈ ഒരു വണ്ടി ഇപ്പോൾ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ആരായാലും ഒന്ന് നോക്കി പോകുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ടും ഒക്കെ. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടേക്കുന്നതുകൊണ്ട് കേസ് ഇവിടെ ചെറിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് വണ്ടി അങ്ങ് എടുത്തേക്കാം. അല്ലെങ്കിൽ കേസ് പോലീസൊക്കെ വന്നു കഴിഞ്ഞാൽ സീനായിരിക്കുമേ. അപ്പം എന്തായാലും വണ്ടിയുടെ കുറേ ഫോട്ടോസ് എടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു വണ്ടി എടുത്ത് കഴിയുവാണെങ്കിൽ കേസ് നമ്മൾ ഈ ഒരു വണ്ടി വൈറ്റ് കളറിലേക്ക് മാറ്റുന്നതായിരിക്കും. സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ വണ്ടിക്ക് എന്താ പറയുക ഇതുപോലത്തെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സെഡ് ആസ്ത്രയ്ക്ക് ഇതുപോലത്തെ ഗ്രാഫിക്സ് വർക്കൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കേസ് ഇതുവരെ പറ്റിയിട്ടില്ല. ആ വണ്ടിയാണെങ്കിൽ ഓട്ടം നിന്നിട്ടുള്ളൊരു സമയമില്ലല്ലോ. ഓട്ടം കഴിഞ്ഞ് എന്തെങ്കിലും കേസ് ഇവിടെ കൊണ്ട് ഇടുവാണെങ്കിൽ അന്നേരം തന്നെ ഞാനത് എടുത്തുകൊണ്ട് എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോകുന്നത്. നമുക്കപ്പോൾ കേസ് പെതിയെ ഇവിടുന്ന് അങ്ങ് വണ്ടി ഇറക്കിയേക്കാം. നമുക്ക് ഇവിടുന്ന് എനിക്ക് തോന്നുന്നു കേസ് റൈറ്റിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇവിടുന്ന് റൈറ്റ് എടുക്കാനായിട്ട് പറ്റത്തില്ല, കാരണം ഈ ഒരു ബസ് ഇവിടെ കിടക്കുകയല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ലെഫ്റ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് യൂ ടേൺ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്തായാലും കേസ് ആദ്യം ലെഫ്റ്റിലേക്ക് അങ്ങ് പോയേക്കാം. ഈ ഒരു ബസ്സൊക്കെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാമോ. ഇതെന്തായാലും ആ ഒരു ബസ്സിനെ ഒന്നും തട്ടാത്ത രീതി വേണം നമ്മൾ എടുത്തുകൊണ്ട് പോകാനായിട്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് ഫുള്ള് കൂളിംഗ് അടിച്ചിരിക്കുകയാണ്. വണ്ടി മൊത്തത്തിൽ അങ്ങ് കൂളിംഗ് അടിച്ചിരിക്കുകയാണേ. അപ്പം ഫ്രണ്ട് ഗ്ലാസ്സിൽ ഈ ഒരു കൂളിംഗ് അടിച്ചേക്കുന്നതുകൊണ്ട് വിസിബിലിറ്റി കുറച്ച് കുറവുണ്ട്. അപ്പോൾ രാത്രിയിലൊക്കെ എങ്ങനെ ഈ ഒരു വണ്ടി ഓടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മളെന്തായാലും ഇന്നൊരു രാത്രി വരെ ഈ ഒരു വണ്ടി ഓടിക്കുന്നുണ്ടാവും. അപ്പം രാത്രിയിലത്തെ വ്യൂവും കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഞാൻ വണ്ടി ഇതേ തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അങ്ങ് വിട്ടേക്കാം. ഈ വണ്ടി കേസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുവാണെങ്കിൽ ഞാൻ ഒരുപാട് ഈ ഒരു വണ്ടിയും കൊണ്ട് ട്രിപ്പൊക്കെ പോകുന്നതായിരിക്കും. എൻ്റെ പേഴ്സണൽ ട്രിപ്പുകളൊക്കെ ഞാൻ പോകുന്നതായിരിക്കും. അതും ചില്ലറ റോഡിൽ കൂടെ ഒന്നും അല്ലായിരിക്കുമല്ലോ. നല്ല അഡ്വഞ്ചർ റോഡിൽ കൂടെ ഒക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ സെഡ് ആസ്ത്ര ഇതുവഴിയൊക്കെയാണ് പോകുന്നതെന്ന്. അയ്യോ ഗൈസ് പണി കിട്ടിയല്ലോ. ഞാൻ നൈസായിട്ട് ഇങ്ങ് ഓവർടേക്ക് ചെയ്ത് വന്നു കേട്ടോ. ഫ്രണ്ടിലാണെങ്കിൽ ഒരു കാറും വന്നിട്ടുണ്ട്. ഇവിടുത്തെ സിഗ്നലും ആകുന്നില്ല. ഇവരാണെങ്കിൽ വണ്ടി അങ്ങോട്ട് നീക്കുന്നില്ല. ഒക്കെ കേസ് സിഗ്നലായിട്ടുണ്ട്. നമുക്ക് പെതി അങ്ങ് കയറ്റി വെച്ചേക്കാം. കോമറ്റിയായിട്ടോ ഒന്ന് നിർത്തിത്താടോ, അതിൻ്റെ ഇടയ്ക്ക് കുത്തി കയറ്റാനായിട്ട് വരുന്നത്. ഓക്കെ, എന്തായാലും നമ്മളിത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ അങ്ങ് വിട്ടേക്കാം ഗൈസ്. വണ്ടി ഇങ്ങനെ റോഡിൽ കൂടെ പോകുന്ന കാണാനായിട്ട് എന്ത് ഭംഗിയാണ് ഗൈസ്. എൻ്റെ കിട്ടുവാണെങ്കിൽ ഞാൻ ഒരു സ്റ്റിക്കറൊക്കെ വലിച്ചൂരുന്നതായിരിക്കും. കുഴപ്പമില്ലല്ലേ, നമുക്ക് വേറെ ഇതിലും അടിപൊളി സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ നമ്മൾ ഈ ഒരു പോകുന്ന വഴിയുണ്ടല്ലോ ഗൈസ്, അത് വേറെ ലെവൽ വഴികളാണ്.
അപ്പം വഴികളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. എൻ്റെ പൊന്നോ ഗൈസ്, ഇപ്പം അവിടെ ചെന്നൊന്ന് ഇടിച്ചാൻ എന്തായാലും ഒന്നും പറ്റിയില്ല കേട്ടോ. അതെന്താണ് അങ്ങോട്ടൊരു ചരിവ്? ഇത് വണ്ടിയുടെ കുഴപ്പമാണോ അതോ ഞാൻ ഓടിക്കുന്നതിൻ്റെ കുഴപ്പമാണോ? ഞാൻ ഓടിക്കുന്നതിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പോകുന്ന വഴി ഞാൻ പറഞ്ഞല്ലോ അടിപൊളി വഴിയാണ്. അപ്പോൾ വഴികളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോകാമല്ലോ ഗൈസ്. എനിക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ദാണ്ട് അകത്തെ നമ്മുടെ ക്യാബിനിൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ക്യാബിനിലെ ലൈറ്റ് ഇട്ടപ്പോഴാണ് കേട്ടോ കുറച്ച് വെട്ടം കിട്ടിയത്. ഈ ഒരു ഫുള്ള് കൂളിംഗ് അടിച്ചിട്ടേക്കുന്നതുകൊണ്ട് വണ്ടിയുടെ അകത്തൊരു തുള്ളി വെട്ടമില്ല. അപ്പം ഇപ്പം ഏതോ ഒരു ഒരു വഴി കൂടാണ് നമ്മൾ പോകുന്നത്. ഏത് വഴിയാണെന്ന് എനിക്കറിയത്തില്ല. നമുക്കെന്തായാലും ഇങ്ങനെ അങ്ങ് പോവാം. എൻ്റെ പൊന്ന് കേസ്, ഇവിടെ ഓവർടേക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഒന്ന് ഓവർടേക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിന് ഏതെങ്കിലും ഒരു വണ്ടി ഓപ്പോസിറ്റ് വരും. പക്ഷെ എന്തൊരു കഷ്ടമാണ് നോക്കണം. ഇതാ കണ്ടോ. പിന്നെ ഇതെന്താണ്, ഇവന്മാരാണെങ്കിൽ ഒന്ന് നിർത്തിയും തരുന്നില്ല കേസ്. എൻ്റെ പൊന്ന്, ഞാൻ മാക്സിമം കാല് കൊടുത്ത് അതുകൊണ്ട് അവിടെ നിന്ന് കയറിയത്. പക്ഷെ എൻ്റെ പൊന്നളിയാ, ഇവന്മാരൊക്കെ എന്ത് സ്പീഡിലാണ് കേസ് പോകുന്നത് കണ്ടോ. അവിടെയൊക്കെ നിർത്തി തരുമായിരുന്നെങ്കിൽ നമുക്കൊന്ന് കയറി അങ്ങ് പോകുമായിരുന്നു. ഈ രാവിലെ തന്നെ ഓടിച്ചിട്ട് കേസ് വണ്ടിക്കകത്ത് നോക്കുമ്പോൾ ഒരു വിസിബിലിറ്റി ഇല്ല. അപ്പോൾ രാത്രിയിൽ ഓടിച്ചാൽ എങ്ങനെയായിരിക്കും കേസ്? ദാണ്ട് ഈ ഒരു സൈഡ് കണ്ടോ, നല്ല രസമുണ്ടല്ലോ ഇത് കാണാനായിട്ട്. പക്ഷേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അത് കണ്ടോ, അവിടെ നിന്ന് നേരെ അങ്ങോട്ടൊരു ബോട്ട് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കാറയിലായിരുന്നെങ്കിൽ കേസ് ഇവിടെ കാണാൻ സൈഡിലിട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങാമായിരുന്നു. പക്ഷേ ബസ്സിലായതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് പറ്റത്തില്ല. ഇറങ്ങുവാണെങ്കിൽ തന്നെ ഫുള്ള് ബ്ലോക്കായി പോകും. അതുകൊണ്ട് നമുക്ക് പിന്നെ എപ്പോഴേലും കേസ് നമ്മുടെ കാറും കൊണ്ട് വന്ന് അങ്ങോട്ട് കയറാം. പിന്നെ നമ്മളിപ്പോൾ ഓൾറെഡി പുതിയൊരു കാറ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു EV എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടും കേസ് ഞാനൊരു വേറൊരു ലെജൻഡ് കാറ് എടുക്കാനായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ്. EV ഒന്നും അങ്ങനെ ഒരു ലെജൻഡ് കാറെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഒരു 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 പ്രൗഢി തോന്നണം നമ്മൾ ആ ഒരു കാറ് കണ്ട. ബെൻസ് പ്രൗഢി തോന്നുന്നുണ്ട്, എന്നാലും ഒരു SUV ഒരു പ്രൗഢി തോന്നുന്നൊരു വണ്ടി എടുക്കണമെന്നുണ്ട്. അങ്ങനെ കുറേ നേരത്തെ ഒരു ഓട്ടത്തിന് ശേഷം ഗൈസ് ദാണ്ട് രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലത്തെ ഒരു വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയാണെങ്കിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി ഗൈസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും വണ്ടി ഓടിച്ച് നോക്കിയതിൽ ഗൈസ് എനിക്ക് വണ്ടി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പുള്ളിങ്ങും എല്ലാം കിട്ടുന്നുണ്ട് നമ്മുടെ വണ്ടിക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും തൊട്ട് കേസ് ഈ ഒരു വണ്ടിയിൽ ഇനി നവൻ എന്നായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ അതെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും കേസ് അപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കാം. അങ്ങനെ ഓവർ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു നോർമൽ സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ലൈറ്റ്സാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ വണ്ടിയുടെ ഫ്രണ്ട് മൊത്തം കൂളിംഗ് ആണെന്ന്. കൂളിംഗ് വെച്ച് എങ്ങനെ ഓടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നിന്നുള്ളൊരു ലുക്ക്. അങ്ങനെ വലിയ രീതിയിലൊന്നും കേസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഞാൻ എന്തായാലും കേസ് ഈ ഒരു സാധനം അഴിച്ച് കളയുന്നതായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് കേസ് ഡിസ്റ്റർബൻസ് അല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യത്തുള്ളൂ. രാത്രിയിലൊക്കെ ഓടിക്കുവാണെങ്കിൽ കേസ് അവർക്ക് കണ്ണ് കാണുന്നില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. എന്തായാലും വണ്ടി അടിപൊളിയാണ്. ഞാൻ എന്തായാലും ഇതങ്ങ് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ കേസ് എനിക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ഗൈസ്.